ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഒരു ബ്രോക്കോളി തോരൻ ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസ് ബ്രോക്കോളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോററ്റ്സ് ആക്കിയിട്ട് ഇത് ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് വെച്ച വെള്ളമാണ്, അതിലോട്ട് മുക്കി ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുക. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ ശരിക്കും ചെറിയുള്ളിയാണ് എടുക്കേണ്ടത്. ഞാനൊരു സവാള ഓൾറെഡി പീൽ ചെയ്തുള്ളതുകൊണ്ട് ഞാനൊരു സവാള എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി എടുക്കാം. ചെറിയുള്ളി തന്നെ എടുക്കുവാണെങ്കിൽ ഒരു 10-11 ചെറിയുള്ളി എടുക്കാം. പിന്നെ ഒരു പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. ഞാൻ ഒരു 2 എടുത്തിട്ട്, പക്ഷേ ഞാൻ പിന്നെയും ഒരെണ്ണം മാത്രമേ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ ഇട്ടുള്ളൂ. പിന്നെ വേണ്ടുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇത് വെളുത്തുള്ളി ഓപ്ഷണലാണ്. വെളുത്തുള്ളി എനിക്കിഷ്ടമുള്ളൂ, ഞാൻ ജസ്റ്റ് ഒരു അല്ലി എടുത്തതേ ഉള്ളൂ. ഇവിടുത്തെ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നല്ല വലിയ വെളുത്തുള്ളിയാണ്. അപ്പം ഒരു അല്ലി എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ട്, അത്യാവശ്യം നല്ല സൈസുള്ള അല്ലിയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. ഈ പ്രാവശ്യം വന്നപ്പോൾ മേടിച്ച കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇതിലിതാ ഇങ്ങനെ ഈ വെളുത്തുള്ളി ഈ സൈഡിൽ ഇങ്ങനെ ചിരണ്ടി ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചിരണ്ടി ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു പോർഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നൈഫ് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുകൊണ്ട് ഇതിലിങ്ങനെ ഇടയ്ക്ക് വെച്ച് നൈഫും നമുക്ക് ഷാർപ്പൻ ചെയ്യാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യലെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ പോയി. എനിക്ക് തടിയുടെ കട്ടിംഗ് ബോർഡ് മേടിക്കാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതെന്തോ തടി കഴുകുമ്പോൾ പെട്ടെന്ന് അത്ര ഉണങ്ങി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വേറെ എന്തോ ഉണ്ട് മെറ്റീരിയൽ നോക്കി കിട്ടിയതാണ്. അപ്പോൾ ഞാനൊരു വീറ്റ് ഫൈബറാണ് ഇതിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ പ്ലാസ്റ്റിക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ ഭേദമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീറ്റ് ഫൈബറിൻ്റെ കട്ടിംഗ് ബോർഡ് മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ബ്രോക്കോളിയും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ സവാള അരിഞ്ഞതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബ്രോക്കോളി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിനു മുമ്പ് വേറൊരു റെസിപ്പിയും വീഡിയോ ഇട്ടിരുന്നു, ഒരു ബ്രോക്കോളി എഗ് സ്റ്റിർ ഫ്രൈ എന്ന് പറഞ്ഞാൽ. അത് നല്ല റെസിപ്പിയാണ്, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്ലോററ്റ്സും ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്രോക്കോളിയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആക്ച്വലി നിങ്ങളൊരു ചോപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഈസി ആയിട്ട് ഇതെല്ലാം ഒറ്റയടിക്ക് കട്ട് ചെയ്തെടുക്കാമെന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം ഞാനും ഒരു ചോപ്പർ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഈസിയാവും. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് നല്ലതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. പാത്രത്തിലിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇടണം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നെക്സ്റ്റ് ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. ഇനി നെക്സ്റ്റ് ഒരു സ്പ്രെഗ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പ് ഓൾറെഡി മിക്സ് ചെയ്യുമ്പോൾ ചേർത്തിരുന്നു. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇട്ടിരുന്നല്ലോ. അപ്പം ഇതൊരു 5 മിനിറ്റ്സ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ്സ് ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഇടയ്ക്ക് മാത്രം ഒന്ന് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ആക്ച്വലി ബ്രോക്കോളി ഈസ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. അപ്പം കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് ഈ തോരനായിട്ട് മാത്രമല്ല, ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് വെറുതെ കഴിക്കാനും നമുക്ക് ജസ്റ്റ് സലാഡ് പോലെ കഴിക്കാനും നല്ലതാണ്.
ചോറിൻ്റെ കൂടെ മാത്രമല്ലാതെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, അത് കുറച്ച് തേങ്ങയാണ്. ഒരു സ്പൂൺ തേങ്ങയോടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സ്പ്രിഗ് കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ലാസ്റ്റിൽ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ബ്രോക്കോളി തോരൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇറ്റ്സ് വെരി ഈസി റെസിപ്പി ആൻഡ് വെരി ഹെൽത്തി ടു. സോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ചാനൽ. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.